വിവാഹദിന ഓർമ്മകൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യ ലൈഫ് വ്ലോഗ്സ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 2007 ഞങ്ങളുടെ വിവാഹം. 21ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് കല്യാണമെന്ന മാമാങ്കത്തിൽ പങ്കുചേർന്ന ഒരു പാവം പെൺകുട്ടി. ഈ പഴയ എന്നെ കാണുമ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു പാവം തോന്നാറുണ്ട് കേട്ടോ. ഒരു ഫോട്ടോയുടെ വിശ്വാസത്തിൽ കെട്ടാൻ പോകുന്ന ചെക്കനെ പോലും കാണാതെ അങ്ങ് സമ്മതിച്ചു. ചെറുക്കൻ വിദേശത്താണ്. കല്യാണത്തിന് കുറച്ച് ദിവസം മുൻപേ വരൂ. 2007 ഞാനും ഇന്നത്തെ ഞാനും ഒരുപാട് മാറിയിട്ടുണ്ട്. രൂപത്തിലും ഭാവത്തിലും ചിന്തകളിലുമൊക്കെ. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സത്യമാണ് കുടുംബം. എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ദാമ്പത്യം ഒരു 43 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അല്ലറ ചില്ലറ ഉടക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ മക്കൾ പോലും അറിയാതെ അവരത് പരിഹരിച്ചു പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനവും ഇടം കൊടുക്കലുമൊക്കെ അവർക്കിടയിലുണ്ട്. 2007 വിവാഹം പ്രായമെത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി. അന്ന് ഒരു പക്ഷേ 21 വയസ്സിൻ്റെ ഒരു പക്വതയോ തിങ്കിങ്ങോ ഒന്നും ഇല്ലാതിരുന്നു എനിക്ക് എന്ന് തന്നെ പറയാം. അത് അന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചേനെ. എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മമ്മി എന്താ ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ജീവിതം ജീവിക്കേണ്ട ആളിനെ ഒന്ന് കാണുക പോലും ചെയ്യാതെ എങ്ങനെയാണ് കല്യാണത്തിന് സമ്മതിച്ചത് എന്ന്. ഞാൻ പറയാറുണ്ട്, 19 വർഷം മുൻപ് അച്ഛൻ മീൻസ് എൻ്റെ അച്ഛനും അമ്മാമ്മയും അവൻ്റെ അമ്മാമ്മയും പറയുന്ന ഒരാളല്ലേ, അവർ എൻ്റെ നല്ലതല്ലേ ആഗ്രഹിക്കൂ, അതങ്ങ് സമ്മതിച്ചു എന്ന് അവനോട് പറയും. നിനക്കെന്താ, അതുകൊണ്ടല്ലേ നല്ലൊരു പപ്പയെ കിട്ടിയത് എന്നും. എന്നാലും വിവാഹത്തിൻ്റെ നാളുകൾ ആ സമയങ്ങളിൽ പുറകെ ഒരുപാട് നടന്നിട്ടുണ്ട്. എന്നെ ഇഷ്ടമായോ, എന്നോട് സ്നേഹമില്ലേ, കുറച്ചുകൂടി എന്നോട് സംസാരിച്ചുകൂടെ, വീട്ടുകാരുടെ നിർബന്ധത്തിലാണോ എന്നെ കെട്ടിയത് എന്നൊക്കെ ചോദിച്ച് വീർപ്പിച്ചും പിണങ്ങിയും അങ്ങനെ ഒരുപാട് ശല്യപ്പെടുത്തുമായിരുന്നു. എന്തോ ഒരുപാട് സ്നേഹം കിട്ടി വളർന്നത് കൊണ്ടാവാം ചില സമയങ്ങളിൽ ഒറ്റപ്പെടുന്നതോ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതോ ഒന്നും സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ചെറിയൊരു ഡിസ്റ്റൻസ് പോലും വിഷമമുണ്ടാക്കുന്ന കാലഘട്ടമായിരിക്കാം അന്ന്. മനസ്സിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 2007 കഴിഞ്ഞു, ഇപ്പോൾ 2026 നിൽക്കുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ, ഇപ്പോഴെങ്കിലും പക്വത വന്നോ ചോദിച്ചാൽ എവിടെന്ന്. 18 വയസ്സ് തികയാൻ കാത്തിരിക്കുന്ന ഒരു മകൻ്റെ അമ്മയാണ് ഞാൻ. എന്തായാലും ആർക്കും വലിയ ദ്രോഹമൊന്നും ചെയ്യാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്തായാലും ഉണ്ണാനും ഉടുക്കാനും തരുന്നതിനും ഇത്രയും വർഷം എന്നെയും എൻ്റെ മോനെയും ചേർത്ത് പിടിച്ചതിനും എൻ്റെ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ചില വിട്ടുവീഴ്ചകൾ നിർബന്ധമാണ് നമ്മുടെ നല്ലൊരു ദാമ്പത്യത്തിന്. അത് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ വലിയ പരിക്കുകൾ കൂടാതെ അങ്ങ് പോകാം. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ആര്യ ലൈഫ് വ്ലോഗ്സിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്, കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.